ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്രോസ്റ്റഡ് ചിക്കന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള ഒരു 4 ലെഗ് പീസും പിന്നെ കുറച്ച് ചെറിയ പീസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ എല്ലാതും നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ, എന്നാലേ ഉള്ളൂ ചിക്കനിൽ നന്നായിട്ട് ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ ഈ വെള്ളത്തിൽ തന്നെ വെക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കാരണം ചിക്കനിൽ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിക്കണം. അതുപോലെ കുറച്ച് സമയം വെക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 3/4 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അര മുതൽ ഒരു 3/4 മണിക്കൂർ വരെ വെച്ചാൽ മതി, ചുരുങ്ങിയത് അരമണിക്കൂർ വെക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലൊരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കൂടി പോകരുത് കേട്ടോ, കാരണം സോയാ സോസിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ട വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് ചിക്കനിലും അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരല്പം മതി. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലിയൊരു ലെഗാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയമുള്ളതിനനുസരിച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. ഇനി നമുക്കിതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗാർലിക്കിൻ്റെ പൗഡറോ ഒനിയൻ്റെ പൗഡറോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബൗളിൽ സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ചിക്കൻ്റെ പീസും എടുത്തിട്ട് ആദ്യം ഈ ഒരു പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഈ ഒരു പൊടിയിലിട്ടിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ നനഞ്ഞ കൈ വെച്ചിട്ട് ഇത് പിടിക്കരുത് കേട്ടോ. അപ്പോൾ കൈമേൽ ഒട്ടി പിടിച്ചിട്ട് ആ ഒരു ഭാഗത്തുള്ള കോട്ടിങ്ങൊക്കെ പോരും. ഇനി ഇത് എടുത്തിട്ട് ഇതിന്മേൽ എക്സ്ട്രാ വന്നിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് ഇതുപോലെ കുടഞ്ഞ് കളയാം. ഇനി നല്ല കട്ടിയായിട്ടുള്ള കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ പൊടിയിലിട്ടിട്ട് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഈ ഒരു കോട്ടിങ് ഇതിന്മേൽ പെട്ടെന്ന് പറ്റി പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ്റെ പീസുകൾ കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഈ ചെറിയ പീസിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്